മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. എറണാകുളം ജില്ലയിലെ പാരിയത്തുംകാവില് സാധാരണക്കാരുടെ നേരെ പോലീസ് നരനായാട്ട് നടത്തിയിരിക്കുന്നു. വലിയ ക്രൂരത കേരള പോലീസ് ദളിത് വിഭാഗത്തിനെതിരെ കുടിയൊഴിപ്പിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്നു. മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് നേരെ പോലും കേരള പോലീസ് ക്രൂരത ചെയ്തിരിക്കുന്നു. ഞാനൊരു കാര്യം എടുത്തു പറയാ, നമ്മൾ ഈ വരുന്ന 5 വർഷം കേരള പോലീസിനെ മാത്രം സഹിച്ചാൽ പോരാ, UDF പ്രവർത്തകരെയും നമ്മൾ സഹിക്കേണ്ടി വരും. ആർത്തഹസിച്ചുകൊണ്ട് UDF പ്രവർത്തകര് സാധാരണക്കാർക്ക് നേരെ രംഗത്തെത്തിയിരിക്കുന്നു. പോലീസുകാരെക്കാൾ ക്രൂരമായിട്ടുള്ള വാക്കുകളുമായിട്ടാണ് UDF പ്രവർത്തകര് രംഗത്തെത്തിയിട്ടുള്ളത്. പാരിയത്തുംകാവിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാ, വളരെ പാവപ്പെട്ട ആളുകള്. അവരെ കുടിയിറക്കിയാൽ എവിടെ അവര് ജീവിക്കോ? ഇതിനൊന്നും ഒരു ഉത്തരവില്ല. ചാടി വീട് കേരള പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട്. ആർത്തട്ടഹസിച്ച് UDF പ്രവർത്തകരും. എന്താ ആർത്തട്ടഹസിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. രാഷ്ട്രീയമല്ല കളിക്കേണ്ടത്. ഈ ജനങ്ങൾക്ക് പുനരധിവാസം, അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിക്കൊടുക്കണം. പക്ഷേ സുപ്രീം കോടതി നടപ്പാക്കണം. പക്ഷേ ഇതുപോലുള്ള ചാനലുകൾ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ വന്ന് കലാപം സൃഷ്ടിക്കാനല്ല. ഇവര് പറഞ്ഞു ഈവൻ കോൺഗ്രസ്, ഞാൻ ഇവിടുത്തെ നാട്ടുകാരനാണ്, നിങ്ങൾ കോൺഗ്രസ് അതേ രീതിയിൽ സംസാരിക്കരുത്. അല്ലെ, ഈവൻ ചോദിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഒരു ഭരണ സംവിധാനം 48 മണിക്കൂർ പോലും തെളിഞ്ഞിട്ടില്ല. ഇതുപോലുള്ള തെമ്മാടിത്തരം ചാനൽ എന്ന് പറയരുത്. ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് ഇവരെ കാണുന്നവരാ. പക്ഷെ കോടതി ഞങ്ങൾ ഇന്ന് രാവിലെ ഇദ്ദേഹത്തും DYSP സംസാരിച്ചാണ്, എന്തെങ്കിലും മാർഗം നിങ്ങൾ ഒഴിഞ്ഞു പോകും, ഇവിടെ ഒരു ഭരണ സംവിധാനം കയറിയിട്ടുള്ളൂ, ഏത് ഭരണമാകട്ടെ അവരോട് സംസാരിച്ച് എന്താ. പക്ഷെ അതിന് പോലും DYSP കമ്മീഷനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം അംഗീകരിച്ചില്ല. പക്ഷെ ഇതുപോലുള്ള ചാനലൊന്നും ഈ സമയത്തല്ല ഇതുപോലത്തെ സംസാരങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ ഒരു ന്യായമായി ഇവിടെ ജനങ്ങളുടെ ഒപ്പം നിൽക്കുക. ഇവിടെ കുടിയൊഴിപ്പിക്കുന്നവരോ അവർക്ക് പുനരധിവാസം നേടിയെടുക്കുന്നവരുള്ള സംസാരങ്ങൾ ഒപ്പം നിൽക്കണം. പക്ഷേ അതിന്റെ ഇടയിൽ വന്ന് ഇതുപോലെ കോലിട്ട് കുത്തി മറ്റൊരുവരെ കലാപം ഉണ്ടാക്കി സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണല്ലോ ഇപ്പൊ പോലീസ് തിരിച്ചു കൊണ്ടുവന്നത്. ഞങ്ങള് ഇവിടുത്തെ ലോക്കൽ മെമ്പേഴ്സ് നേതാക്കന്മാര് ആളുമായി വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവന്മാരുടെ സജ്ജന MLA-നും അതേപോലെ എല്ലാവരുടെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഒരു അതിക്രമം ഉണ്ടായില്ല. കാരണം അത് ഞങ്ങൾ അതായത് നിങ്ങൾ കേട്ടില്ലേ, നല്ല ഒന്നാം തരം UDF-ന്റെ പ്രാദേശിക നേതാക്കന്മാരാ. എന്നിട്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, പക്ഷെ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 48 മണിക്കൂറായിട്ടേ ഉള്ളൂ, എന്നിട്ടും സർക്കാർ തന്നെ ഇതിൽ നിന്ന് സർക്കാരിനെ ഇങ്ങനെയും താങ്ങണമെങ്കിൽ UDF-ന്റെ പ്രാദേശിക നേതാക്കന്മാർ തന്നെയല്ല ഇവര്. മാത്രമല്ല, ഇവര് സ്ഥലത്തെ പ്രധാനപ്പെട്ട ആളുകളെ MLA ഒക്കെ വിളിച്ചു പറഞ്ഞു, കോൺഗ്രസ് MLA ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെയാ പറയുന്നത്. അതായത് ഇനി നമ്മൾ വരുന്ന 5 കൊല്ലം ഇത്തരം UDF-ന്റെ പ്രാദേശിക നേതാക്കന്മാരുടെ ആർത്തട്ടഹസിക്കലും നമ്മൾ സഹിക്കേണ്ടി വരും. ഇവര് തന്നെ പറഞ്ഞില്ലേ, പുനരധിവസിക്കണം. പക്ഷെ കോടതി വിധി ഉണ്ട്. എന്തേ കോടതി വിധി ഉണ്ടായിട്ടോ രമേശ് ചെന്നിത്തല പോലീസ് സംവിധാനത്തെ തിരിച്ചു വിളിച്ചത്? ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് തിരിച്ചു വിളിച്ചോ? അപ്പൊ വേണമെങ്കിൽ അവിടേക്ക് വരാതിരിക്കാൻ സർക്കാരിന് കൃത്യമായിട്ട് സാധിക്കില്ലായിരുന്നോ? സർക്കാരിന് കൃത്യമായിട്ട് ഇടപെടാൻ സാധിക്കുന്നത് കൊണ്ടല്ലേ സകല പോലീസ് സംവിധാനങ്ങളെയും ആഭ്യന്തരമന്ത്രി തിരിച്ചു വിളിച്ചത്? കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ആദ്യ മുട്ടുമടക്കല നമ്മൾ ഇതിലൂടെ മാധ്യമങ്ങളിലൂടെ ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. സകല ആളുകളും പറയുന്നുണ്ട് ആഭ്യന്തരമന്ത്രി ഇടപെട്ട് അവസാനിപ്പിച്ചത്. ആഭ്യന്തരമന്ത്രി ഇടപെട്ടിട്ടല്ല, UDF പ്രവർത്തകർ പറഞ്ഞല്ലോ കോലും കുത്തി വന്നത്. ആ കോലും എടുത്ത് വന്ന മാധ്യമ പ്രവർത്തകര് കേരളം ഒന്നടങ്കം ദളിത് വിഭാഗത്തിനെതിരെ, സാധാരണക്കാർക്കെതിരെ പോലീസിന്റെ ക്രൂരത കൃത്യമായിട്ട് വാർത്ത ചെയ്തു. കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തു. ഇത് കണ്ട് വെപ്രാളത്തിൽ രമേശ് ചെന്നിത്തല മുട്ടമടക്കിയതാ. അതാ വാർത്ത. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ ആദ്യ മുട്ടുമടക്കൽ നടന്നിരിക്കുന്നു. ഇനി എവിടെ പ്രശ്നമുണ്ടെങ്കിലും മാധ്യമങ്ങൾ എത്തിയാൽ മാധ്യമങ്ങളോട് കോലം കുത്തി വരരുത് എന്നൊക്കെയാ UDF-ന്റെ പ്രാദേശിക നേതാക്കന്മാർ ആർത്തട്ടഹസിക്കുന്നത്. UDF ഭരിക്കുമ്പോ ഇനി ഇവരെ കാണുമ്പോഴും അടിമകളെ പോലെ സാധാരണക്കാര് നിലകൊള്ളണോ? എത്രത്തോളം പാവപ്പെട്ട ആളുകളാണ് ആ പാരിയത്തുംകാവിലൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അവർക്ക് മറ്റൊരു വഴി കൊടുക്കാതെ എന്തിന്റെ പേരിലാണ് പിടിച്ചിറക്കാനൊക്കെ പോലീസൊക്കെ എത്തുന്നത്? അല്ലെങ്കിലും ഈ പോലീസിന് എന്ത് അധികാരമാണ് സാധാരണക്കാർക്ക് നേരെ ക്രൂരത ചെയ്യാൻ ഉള്ളത്? ഏത് നിയമത്തിനുള്ളിൽ പോലീസിനെ ആക്രമിക്കാനൊക്കെയുള്ള അധികാരമുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരുന്നു കഴിഞ്ഞ 5 വർഷം കാര്യങ്ങൾ ചെയ്തത്?
കോടതി വിധികൾ ഉള്ള സമയത്തും എന്ത് ചെയ്തിരുന്നു? മുൻ MLA ശ്രീനിജൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 5 വർഷം പ്രത്യേകിച്ച് ഒരു പട്ടികജാതിക്കാരനായിട്ടുള്ള MLA പ്രതികരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കോടതി ഉത്തരവുകളൊക്കെ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ 5 വർഷം ഈ പാരിയത്തുകാവിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു കഴിഞ്ഞ സർക്കാരും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും കഴിഞ്ഞ സമയത്ത് 5 വർഷം ഞങ്ങൾ എടുത്തത്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ട് ഈ സർക്കാർ അധികാരത്തിൽ എത്തി 3-ാമത്തെ ദിവസം ഇതാണോ ഈ സർക്കാരിന്റെ ദളിത് വിഭാഗങ്ങളോടുള്ള സമീപനമെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ? കഴിഞ്ഞ 5 വർഷം എന്തു ചെയ്തു? വെറും 3-ാമത്തെ ദിവസം കേരള സർക്കാർ എന്ത് നെറുകേടാണ് ചെയ്യുന്നത്? മുൻ MLA കൃത്യമായിട്ട് ആ ചോദ്യം ഉയർത്തുന്നുണ്ട്. അത് തന്നെയാണ് ബോധവും വിവേകവുമുള്ള ഓരോ മലയാളിക്കും മുന്നോട്ട് വെക്കാനുള്ളത്. ഈ പാരിയത്തുംകാവിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വലിച്ചു പുറത്തേക്ക് ഇട്ടിട്ട് അവരെന്താണ് ചെയ്യേണ്ടത്? റോട്ടിൽ നിന്ന് തെണ്ടുകയാണോ ചെയ്യേണ്ടത്? ഇത് കേരള സർക്കാർ മറുപടി പറയണ്ടേ? ആഭ്യന്തരമന്ത്രിയുടെ ആദ്യ മുട്ടുമടക്കലായി ഇന്ന് നടന്നത്. അല്ലാതെ ഇടപെട്ടെന്തോ സക്സസ് എന്ന രീതിയിൽ ചെന്നിത്തല ഇടപെട്ട് എന്തോ ഈ ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഈ വകുപ്പുകളിൽ നിന്നല്ലേ ഈ പോലീസ് സംവിധാനം ഇരച്ചു കയറിയിട്ടുള്ളത്? ഈ കുടിയൊഴിപ്പിക്കലിനൊക്കെ വന്നെത്തിയത് ആരാണ്? അവർ പൂർണ്ണ ഉത്തരവാദികളാ. ആക്രമിക്കാനൊന്നും ഒരു അധികാരവും ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമില്ല. ആ പോലീസിന്റെ നെറികേടിനൊക്കെ ജനം നാളെ വിധി എഴുതുമെന്ന് UDF സർക്കാർ കരുതുന്നില്ലേ? അപ്പോഴേക്ക് UDFന്റെ കുറെ പ്രാദേശിക നേതാക്കന്മാര് ആക്രോശങ്ങളുമായിട്ട് എന്നിട്ട് കോലുമായിട്ട് രംഗത്ത്. ഇത്രയും കാലം ഈ മാധ്യമങ്ങൾ കാരണം ഈ അധികാരത്തിലേക്ക് എത്തിയ UDFന്റെ പ്രാദേശിക നേതാക്കന്മാരുടെ ഒരു ഉളുപ്പില്ലായ്മയെ ഇങ്ങനെയും സർക്കാരിന്റെ അടിമകളാണോ UDF പ്രവർത്തകര്? ആദ്യം തങ്ങളിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊപ്പമല്ലേ നിലകൊള്ളേണ്ടത്? ആ പാരിയത്തുംകാവിലെ ആ സാധാരണക്കാർ എങ്ങോട്ടേക്ക് പോകും? അവർക്കൊരു മറ്റു വഴി നിർദ്ദേശിക്കേണ്ടത് കേരള സർക്കാരിന്റെ ഉത്തരവാദിത്ത. നിയമത്തിന്റെ വഴി പോകുമ്പോ കൃത്യമായിട്ട് കേരള സർക്കാരിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത്രയും ജീവിതങ്ങൾ എന്തു ചെയ്യോ? 5 കൊല്ലം എന്തായിരുന്നു ചെയ്തത് എന്ന് മുൻ MLA ശ്രീനിജൻ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചു. ഇതൊക്കെ കേരള ജനത ചർച്ച ചെയ്യില്ലേ? UDF പ്രവർത്തകരും പോലീസിന്റെ കൂടെ തട്ടഹസിക്കാൻ രംഗത്തിറങ്ങുകയാണെങ്കിൽ ഇതിനൊക്കെ എതിരെ കേരള ജനത വിധി എഴുതാനും അധിക കാലമൊന്നും വേണ്ടി വരൂല. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിന്റെ വർഗീയതയും തട്ടഹസിക്കലും തോന്നിയതുപോലെ മതനേതാക്കന്മാരുടെ കോലം കത്തിക്കല്, മറുഭാഗത്ത് സാധാരണക്കാരുടെ നേരെ ആക്രമണം നടത്തുന്ന പോലീസിന് വേണ്ടി രംഗത്തെത്തിയിട്ട് തട്ടഹസിക്കല് വെറും 3-ാമത്തെ ദിവസമായിട്ടേ ഉള്ളൂ. കേരള സർക്കാരൊക്കെ യജാതി വലിയ പരാജയമാണ്.